പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനായി, പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിനായി ലോകത്താദ്യമായി നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സായുധ പോരാട്ടമാണ് ബദർ യുദ്ധം. 313 സഹാബത്ത് 1000-ൽ പരം വരുന്ന ശത്രുക്കളോട് പടപൊരുതി ഐതിഹാസികമായ വിജയം കൈവരിച്ച ചരിത്രമാണ് ഈ രാവിലെ നമ്മളോട് പറയാൻ. ബദർ യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാം, സഹാബത്ത് അങ്കുലി പരിമിതരാണ്. ഏതാണ്ട് 313 സഹാബത്ത്. ആയുധമില്ല, ആൾബലമില്ല. മറുഭാഗത്ത് 1000-ൽ പരം വരുന്ന ശത്രുക്കൾ, ആയുധധാരികളായ ശത്രുക്കൾ, ആൾബലമുള്ള, അംഗബലമുള്ള ശത്രുക്കൾ. അവരോട് പ്രിയപ്പെട്ട ബദരീങ്ങളായ സഹാബാക്കൾ പോരടിച്ച് വിജയം കൈവരിച്ചത് അവരിലുണ്ടായിരുന്ന അതിശക്തമായ ഈമാനികമായ കരുത്തുകൊണ്ട്, അവരിൽ കുടികൊണ്ടിരുന്ന രൂഢമൂലമായി, അജഞ്ചലമായി, കരുത്തുറ്റ വിശ്വാസം കൊണ്ടാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആല ഇംറാൻ 173 സൂക്തത്തിൽ നമുക്ക് കാണാം, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലഹും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആ ജനങ്ങൾ നിങ്ങളെ നേരിടുവാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു, അവരെ ഭയപ്പെടണമെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവർക്ക് ഭയമുണ്ടായില്ല, അവർ പതറിപ്പോയില്ല. അവർ ഈമാനികമായി ശക്തിയുള്ളവരായി മാറി. ഈമാനികമായ കരുത്തവർ ആർജിച്ചു. അവർ പറഞ്ഞു, അള്ളാഹു ഞങ്ങൾക്ക് മതി. ഫലമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അള്ളാഹുവാണ്. രണ്ടാമതായി, ബദരീങ്ങൾക്ക് വിജയം നൽകിയത് അവരുടെ ഐക്യബലമായിരുന്നു, അവരുടെ പരസ്പര സൗഹൃദവും സ്നേഹവുമായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശത്രുക്കൾ നമുക്കെതിരെ യുദ്ധത്തിന് വേണ്ടി സന്നദ്ധരായിരിക്കുകയാണ്, അവർക്കെതിരെ നാം സംഘടിക്കണമെന്ന് പറഞ്ഞപ്പോൾ മക്കക്കാരായ സഹാബാക്കളും മദീനക്കാരായ സഹാബാക്കളും പ്രവാചകന്റെ കൊടിക്കീഴിൽ അണിനിരന്നുകൊണ്ട് ശത്രുക്കളോട് ഐക്യത്തോടെ പോരടിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം കൊടുത്തു. മൂന്നാമതായി, അവർക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത് അവരുടെ പ്രാർത്ഥന കൊണ്ടായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേദിവസം, അഥവാ 17-ാം രാവിൽ പ്രവാചകൻ പ്രാർത്ഥനാ നിരതരായി. പ്രവാചകൻ പൊട്ടിക്കരഞ്ഞ് കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ ചെറിയ സൈന്യത്തെ സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ലൻ തുഅബദു ബഅദു, ഇതിനുശേഷം നിന്നെ ആരാധിക്കപ്പെടാൻ ഈ ഭൂമിയിൽ മുസ്ലിമായിട്ട് ആരും ഉണ്ടാകുകയും, നീ ആരാധിക്കപ്പെടണമെങ്കിൽ ഈ ചെറു സംഘം വിജയിച്ചിരിക്കണം. അള്ളാഹുവേ, ഈ ചെറു സംഘത്തെ നീ പരാജയപ്പെടുത്തരുത്, ഈ സൈന്യത്തിന് നീ വിജയം കൊടുക്കണം എന്ന പ്രവാചകന്റെ പ്രാർത്ഥനയായിരുന്നു അവരുടെ വിജയത്തിന്റെ നിദാനമായ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നാം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സഹാബത്ത് ആർജിച്ചെടുത്ത കരുത്തിന്റെ ഈമാൻ നമുക്കുണ്ടാവണം. രാഷ്ട്രീയവും അതുപോലെ മറ്റ് അനൈക്യങ്ങളുമെല്ലാം മാറ്റിവെച്ച് ശക്തരായി ഇസ്ലാമിന്റെ കുടക്കീഴിൽ നാം ശക്തരായി സംഘടിക്കണം. മൂന്നാമത്, പ്രാർത്ഥനയാകുന്ന ആയുധം നാം കയ്യിലെന്തണം. അള്ളാഹു